തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയത്തോടെ വർദ്ധിത വീര്യത്തിലാണ് UDF. ഫലം പ്രതീക്ഷിച്ചതിനും അപ്പുറം അനുകൂലമായതോടെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് UDF കടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ നടത്തിയ കടിപിടിയൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ഐക്യത്തിന്റെ സന്ദേശം നൽകിയ വയനാട് ക്യാമ്പിലാണ് 100 സീറ്റ് പ്രഖ്യാപനവും വന്നത്. കടക്ക് പുറത്തുന്ന LDF സർക്കാരിനോട് പറഞ്ഞു തുടങ്ങി UDF. മിഷൻ 100മായി 10 വർഷത്തെ ഇടവേളയ്ക്ക് ഗുഡ് ബൈ പറയാനാണ് UDF. അമിത ആത്മവിശ്വാസമാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന നിസാരമല്ല. ജില്ലാ പഞ്ചായത്തിൽ 7-7 സമനിലയാണെങ്കിലും പിടിച്ച ജില്ലകളിലെ ഭൂരിപക്ഷവും നഷ്ടമായ ജില്ലകളിലെ നേരിയ വ്യത്യാസവും UDF ക്യാമ്പുകളെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. തോറ്റതിന് കാരണമെന്തെന്ന് താത്വികമായി വിലയിരുത്തൽ നടത്തി CPM പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ കുഴങ്ങുമ്പോഴാണ് വയനാട്ടിൽ പാർട്ടി ക്യാമ്പ് നടത്തി UDF ഐക്യ സന്ദേശം നൽകിയത്. സംഘടനാപരമായി പല വീഴ്ചകൾ ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ UDFന് തദ്ദേശ ഫലം ആവർത്തിക്കാൻ കഴിയും. ന്യൂനപക്ഷ പിന്തുണ നിസാരമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ മുസ്ലിം ന്യൂനപക്ഷം ഒപ്പം നിന്നു. ക്രൈസ്തവ മേഖലയിൽ മിന്നുന്ന വിജയവും. 100 സീറ്റ് സതീശൻ പ്രഖ്യാപിച്ചപ്പോൾ അണികളെ ആവേശത്തിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 110 സീറ്റ് LDF പ്രഖ്യാപിച്ചു. തദ്ദേശ ഫലത്തിന് ശേഷവും തോറ്റിട്ടില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കിട്ടിയ വോട്ടിന്റെ കണക്കാണ് ന്യായീകരണം. ഭരണവിരുദ്ധ വികാരവും ഏശിയിട്ടില്ലെന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ ജനവിധി 2 സാഹചര്യത്തിലുള്ളതെന്ന് ക്യാപ്സ്യൂൾ. വെള്ളാപ്പള്ളി നടേശൻ UDFന് ഐശ്വര്യമായെന്ന് പരിഹാസങ്ങൾ വരുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാതെ സംരക്ഷിക്കുന്ന CPM നിലപാടിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രമുണ്ട്. ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഉറപ്പിക്കലാണ് ന്യൂനപക്ഷങ്ങൾ കൈവിടുമ്പോൾ നല്ലതെന്ന ചിന്ത. CPI ആദ്യം വെള്ളാപ്പള്ളിയെ ആക്രമിച്ചെങ്കിലും ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. CPIയെ ചതിയൻ ചന്തുവെന്ന് വിളിച്ചപ്പോൾ മാത്രമേ വെള്ളാപ്പള്ളിയെ CPM തള്ളിക്കളഞ്ഞുള്ളൂ. മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്ക് ഒപ്പം തന്നെ CPM. ശബരിമല യാത്രയിൽ കാറിൽ ഒപ്പം കയറ്റിയതിലും വിമർശനങ്ങളെ തള്ളുന്നതിൽ മുഖ്യമന്ത്രി തന്നെ മുന്നിൽ. CPMും BJPയും പറയുന്നത് ഒന്ന് തന്നെയെന്ന ആരോപണം കടുപ്പിക്കാൻ UDFന് ഇത് അവസരമാകുന്നുണ്ട്. AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിലും CPM നിലപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം. ഭരണവിരുദ്ധ വികാരം UDFലും BJPയിലുമായി വിഭജിക്കപ്പെടുമെന്നും പാർട്ടി വോട്ടുകളും ഭൂരിപക്ഷ സമുദായ വോട്ടുകളുമായി ഭരണം നിലനിർത്താനാകുമെന്നുമുള്ള തീക്കളി. ഭരണവിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും 100ലേക്കുള്ള ടാർഗറ്റിൽ UDF സാധ്യത. നേമവും വട്ടിയൂർക്കാവും മാത്രമല്ല, മറ്റ് ചില മണ്ഡലങ്ങളും ലക്ഷ്യമിട്ട് BJPയും. കഴക്കൂട്ടവും കാട്ടാക്കടയും മഞ്ചേശ്വരവും കായംകുളവുമൊക്കെ ലക്ഷ്യമിട്ടുള്ള മിഷൻ 2026.